വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞതാണ്, നമ്മൾ കോഡ് ചെയ്യുന്ന സമയത്ത് എവിടെയെങ്കിലും നമ്മൾ ഏതെങ്കിലും കോഡ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് റീഫാക്ടർ ചെയ്തിട്ട് റീയൂസബിൾ ആക്കി മാറ്റണം. അതായത് ഒന്നിലധികം സ്ഥലത്ത് അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റണം. അപ്പൊ ഇവിടെ നമ്മൾ 3 ഫംഗ്ഷനാലിറ്റി ചെയ്തു. പേജിനേഷൻ ചെയ്തു, സോർട്ടിങ് ചെയ്തു, പിന്നെ ഫിൽറ്റർ അല്ലെങ്കിൽ സെർച്ച് അതും ചെയ്ത ഡാറ്റ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ. അപ്പോൾ ഈ 3 ഫംഗ്ഷനാലിറ്റി ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നമ്മൾ ആ ഒരു സോർട്ടിങ്ങിന്റെ ആ ഒരു ലിങ്ക് ജനറേറ്റ് ചെയ്യുന്നിടത്ത് എന്തോ നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ തോന്നുന്നുണ്ട്. ഒരേപോലുള്ള കോഡാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു URL വലിയൊരു ലെങ്തി ആയിട്ടുള്ള URL ആണ്. അപ്പൊ റീഡബിലിറ്റിക്കും ഇഷ്യൂ ഉണ്ട്. റീഡബിലിറ്റിക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും നമ്മളത് റീയൂസബിൾ ആക്കി മാറ്റണം, റീഫാക്ടർ ചെയ്യണം. അപ്പൊ ഇവിടെ നോക്കുമ്പോൾ എന്താണ്, ഇതൊരു വലിയൊരു HRF ടാഗിന്റെ ഉള്ളിൽ ഇത്രയും വലിയൊരു നമ്മളൊരു കാൽക്കുലേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് റീഡ് ചെയ്ത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെയും അതേപോലെ തന്നെ അതേ സെയിം ലോജിക് തന്നെയാണ് കാണുന്നത്. മേ ബി ഒരു വേരിയബിളിന്റെ നെയിം അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഫറൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊരു ഫംഗ്ഷനിലേക്ക് ആക്കി മാറ്റാം. അതായത് ഈ ഒരു HRFന്റെ ഈ ഒരു വാല്യൂ ജനറേറ്റ് ചെയ്യുന്ന പോർഷൻ ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റാം നമുക്ക്. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗം മാത്രം കോപ്പി ചെയ്തിട്ട് ഈ ഒരു ഫയലിന്റെ മുകളിൽ വന്നിട്ട് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യണം. ഇത് നമ്മളെ PHP കോഡുള്ള ഏരിയ ആണ്. ഞാൻ ജസ്റ്റ് ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കി, ജനറേറ്റ് HREF query എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫംഗ്ഷൻ. എന്നിട്ട് അതിൽ നമുക്ക് ഈ ഒരു സ്ട്രിങ് റിട്ടേൺ ചെയ്യാം. ഓക്കെ, റിട്ടേൺ ആണ് കൊടുത്തിട്ടുള്ളത്. റിട്ടേൺ ആ ഒരു സ്ട്രിങ് എന്താണ് അങ്ങനെ തന്നെ കോപ്പി ചെയ്ത് ഞാൻ. അപ്പൊ നമുക്ക് കുറച്ച് എറേഴ്സ് കിട്ടും. അതിന്റെ ഉള്ളിൽ ഈ വേരിയബിൾ അവൈലബിൾ അല്ല, അങ്ങനെ കുറച്ച് എറേഴ്സ് കിട്ടുന്നുണ്ട്. ആ എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. അപ്പൊ പേജ് എന്ന് പറയുന്നത് എവിടെ നിന്നാണ് നമുക്ക് ഓൾറെഡി കിട്ടുന്നത്? പേജ് നമുക്ക് ഈ ഒരു നമ്മൾ കറണ്ട് പേജ് ഏതാണോ അത് കിട്ടും. അപ്പൊ അതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു പേജ് നമ്മൾ എന്ത് ചെയ്തു, ഈ ഫംഗ്ഷന്റെ ഒരു പാരാമീറ്റർ ആക്കി മാറ്റി. പിന്നെ സെർച്ച് ഫീൽഡ് ഏതാണോ സെർച്ച് ഫീൽഡ് എന്നുള്ളത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അതും നമ്മൾ പാരാമീറ്റർ ആക്കി മാറ്റി. പിന്നെ നമുക്കുള്ളത് സെർച്ച് ടൈപ്പ് ഏതാണ് സെർച്ച് ടൈപ്പ് എന്നുള്ളത് അതും പാരാമീറ്റർ ആക്കി. അടുത്ത വേരിയബിൾ സെർച്ച് വാല്യൂ, പിന്നെ സെർച്ച് വാല്യൂ 2. പിന്നെ അതേപോലെ തന്നെ നമ്മൾ PHP അവിടെ നിന്ന് നമ്മൾ PHP ടാഗ് ഉപയോഗിക്കരുത്. ഇവിടെ നമ്മൾ PHP കോഡിന്റെ ഉള്ളിലാണുള്ളത്. അവിടെ HTML സൈഡിൽ നമ്മൾ PHP ഉപയോഗിച്ച് ചെയ്താണ്. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള PHP പാർട്ടുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. അതായത് നമ്മൾ ഡബിൾ കോട്ടിലാണ് റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് വേരിയബിൾസും യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ $പേജ് ഇങ്ങനെ തന്നെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം. PHPന്റെ ടാഗുകൾ റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ സെർച്ച് ഫീൽഡ് ഇവിടെ നമുക്ക് ആ ഒരു ടാഗ് റിമൂവ് ചെയ്യാം. അല്ല നമ്മൾ റിമൂവ് ചെയ്യുന്നുണ്ട്, അതിൽ എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിലുള്ളത് ഏത് ഫീൽഡ് വെച്ചിട്ടാണ് സോർട്ട് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു ഫീൽഡിന്റെ നെയിം ഇവിടെ കൊടുക്കുന്നുണ്ട്. അതും നമുക്കൊരു വേരിയബിൾ ആക്കണം. സോർട്ട് ഫീൽഡ് എന്ന് കൊടുക്കാം. സെർച്ച് ഫീൽഡ് എന്ന് പറയുമ്പോൾ സോർട്ട് ഫീൽഡ് എന്ന് കൊടുക്കാം അത്. എന്നിട്ട് ആ ഇമെയിലിന് പകരം ആ ഒരു സോർട്ട് ഫീൽഡ് ഇവിടെ കൊടുക്കാം. വേറെ ഒന്ന് നമ്മൾ ഫീൽഡുകളും വാല്യൂസ് ഒന്ന് ഹാർഡ് കോഡ് ചെയ്യുന്നില്ല, എല്ലാം വേരിയബിൾസ് എടുക്കുന്നതാണ്. ഇനി ഈ ഫംഗ്ഷൻ നമുക്ക് അവിടെ കോൾ ചെയ്യാം. ഈ ഫംഗ്ഷൻ അങ്ങനെ തന്നെ ഫംഗ്ഷൻ ആർഗ്യുമെന്റ്സ് ഒക്കെ ഞാൻ കോപ്പി ചെയ്യാണ്. ഫസ്റ്റ് ഇത് ഐഡിന്റെ URL നിന്ന് ആദ്യം കൊടുക്കാം. ID ആണ് ഇവിടെ കൊടുക്കുന്ന ഫീൽഡിന്റെ നെയിം. ആ നെയിം നോക്കി വെച്ചു. HRFന്റെ ഉള്ളിൽ വന്നിട്ട് PHP ടാഗ് ഓപ്പൺ ചെയ്യാണ്. PHP എന്നിട്ട് എക്കോ നമുക്കത് പ്രിന്റ് ചെയ്യണം, അല്ല റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇവിടെ പ്രിന്റ് ചെയ്യാനാണ് എക്കോ. എന്നിട്ട് ഈ സോർട്ട് ഫീൽഡിന്റെ അവിടെ നമുക്ക് സോർട്ട് ഫീൽഡ് ഏതാണ് ID ആണ്. സ്ട്രിങ്ങില് ID എന്ന് പാസ് ചെയ്ത് കൊടുത്തു. ബാക്കിയൊക്കെ നമുക്ക് ഈ ഒരു ഫയൽ ടോപ്പിൽ തന്നെയുള്ള വേരിയബിൾസ് ആണ്. പേജ്, സെർച്ച് ഫീൽഡ്, സെർച്ച് ടൈപ്പ്, വാല്യൂ 2 ഇതൊക്കെ നമ്മൾ മുകളിൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വേരിയബിൾസ് ആണ്. ഇവിടെ ഒരു ഫയൽ തുടങ്ങുമ്പോൾ തന്നെ പേജ് ഉണ്ട്, ഫീൽഡ് ഉണ്ട്, ടൈപ്പ്, വാല്യൂ 2. ഇനി ഇതേ ഫംഗ്ഷൻ നമുക്ക് ഇനി സോർട്ട് ഓർഡർ കൂടെ പാസ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ സോർട്ട് ഓർഡർ അസെൻഡിങ് ആണുള്ളത്. അപ്പൊ അതുകൂടെ പാസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അതിന് ഡീഫോൾട്ട് ഒരു വാല്യൂ കൂടെ സെറ്റ് ചെയ്യാം. അതായത് എങ്ങാനും പാസ് ചെയ്തിട്ടില്ലെങ്കിൽ അസെൻഡിങ് ആയിരിക്കും എന്നുള്ളത്. അപ്പൊ അത് പാസ് ചെയ്യേണ്ട ഇപ്പൊ നമുക്ക് ഫസ്റ്റ് കൊടുത്തിട്ട് അത് പാസ് ചെയ്തിട്ടില്ല. അപ്പൊ ബൈ ഡീഫോൾട്ട് അസെൻഡിങ് എടുക്കും. ഇവിടെ നമുക്ക് ഡിസെൻഡിങ് ആണ് വേണ്ടത്. അപ്പൊ സെയിം തന്നെ നമുക്ക് അവിടെ വിളിക്കാം. എന്നിട്ട് DESC എന്ന് പാസ് ചെയ്ത് കൊടുക്കാം. ID കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ, അതായത് സോർട്ട് ഓർഡർ കൂടെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും ഏത് വേരിയബിൾ ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. സോർട്ട് ഓർഡർ ആണ് DESC. ഇനി ഇതേപോലെ തന്നെ ഫസ്റ്റ് നെയിമിനും അങ്ങനെ എല്ലാത്തിനും ഇതേപോലെ തന്നെ സെയിം റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് നെയിമിന് ഫീൽഡിന്റെ പേര് ഫസ്റ്റ് നെയിം ആണ്, ഫസ്റ്റ് അണ്ടർസ്കോർ നെയിം. ഇനി ഡിസെൻഡിങ്ങിന്റെ കൂടെ ഫസ്റ്റ് നെയിമിനുള്ള കോപ്പി ചെയ്യാം. അപ്പോ എല്ലാ URLസും നമ്മൾ അങ്ങനെ റീഫാക്ടർ ചെയ്ത് ഫംഗ്ഷൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ ഇത് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോഡാണ്. ആ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കോഡാണ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോ എന്ത് ചെയ്യണം, നമുക്ക് ചേഞ്ച് ചെയ്തത് കൊണ്ട് തന്നെ ഫംഗ്ഷനാലിറ്റീസ് വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് ഉറപ്പുവരുത്തണം. പിന്നെ പേജ് ഒന്ന് റീഫ്രഷ് ചെയ്യാണ്. റീഫ്രഷ് ചെയ്തിട്ട് നെയിം വെച്ച് നമുക്കൊന്ന് സോർട്ട് ചെയ്യാം. ഓക്കെ, സോർട്ടിംഗ് നെയിം വെച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. സോർട്ടിംഗ് രണ്ടും അസെൻഡിങ്ങും ഡിസെൻഡിങ്ങും വർക്ക് ചെയ്യുന്നുണ്ട്. പേജിനേഷനും സോർട്ടിങ്ങിന്റെ കൂടെ തന്നെ പേജിനേഷനും വർക്ക് ചെയ്തു. പക്ഷെ നമുക്കിവിടെ ഒരു ഇഷ്യൂ
തന്നിട്ടുണ്ട് URL എൻകോഡിന്റെ ആ ഒരു സെർച്ചിന്റെ അവിടെ URL എൻകോഡ് ഓഫ് URL എൻകോഡ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ സ്ട്രിങ് കൊടുത്തത് കൊണ്ടാവാനാണ് സാധ്യത. സെർച്ച് വാല്യൂ URL എൻകോഡ് ഓഫ്. ഓക്കെ, അപ്പൊ നമ്മൾ ആ കൊടുത്തതിൽ, അതായത് നമ്മളിവിടെ വേരിയബിൾസ് കൊടുക്കുമ്പോൾ ഡയറക്റ്റ് നമ്മൾ ഡബിൾ കോട്ട്സിന്റെ ഉള്ളിലായതുകൊണ്ട് ഡയറക്റ്റ് കൊടുക്കാം. പക്ഷെ നമ്മൾ അത് എന്താണ് ഒരു ഫംഗ്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അപ്പൻഡ് ചെയ്തിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, ഈ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോൾ ആ സ്ട്രിങ് ബ്രേക്ക് ചെയ്യുക, അതായത് ആ കോഡ്സ് കൊടുക്കുക, എന്നിട്ട് ഡോട്ട് ഇടുക, അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോട്ട് ഇട്ടിട്ട് എന്നിട്ട് URL എൻകോഡ് ഓഫ് ഫംഗ്ഷൻ വിളിച്ചു. അപ്പോൾ PHPന്റെ കാര്യം കഴിഞ്ഞു. ഡോട്ട് ഇട്ടിട്ട് വീണ്ടും ആ ഒരു സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്യാൻ. അതേപോലെ തന്നെ ഇവിടെ URL എൻകോഡിന്റെ സ്ട്രിങ് സ്റ്റാർട്ട് ചെയ്തു. സ്ട്രിങ് കഴിഞ്ഞിട്ട് ആ ഫംഗ്ഷൻ കോൾ തുടങ്ങുന്നതിന് മുമ്പ് അത് ബ്രേക്ക് ചെയ്തു, സ്ട്രിങ് ബ്രേക്ക് ചെയ്തു, എന്നിട്ട് ഡോട്ട് ഇട്ടിട്ട് ആ ഫംഗ്ഷൻ കോൾ അപ്പൻഡ് ചെയ്യാണ്. എന്നിട്ട് ഡോട്ട് ഇട്ടു, വീണ്ടും ആ ഒരു സ്ട്രിങ് ചെയ്ത് നമുക്ക് ആ പേജിന്റെ ആ ഒരു ക്വറി സ്ട്രിങ് ഒക്കെ URLന് മാനുവൽ ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്തിട്ട് പേജിലേക്ക് ഒന്ന് ലോഡ് ചെയ്തു. വീണ്ടും ഒന്നുകൂടെ സോർട്ട് ചെയ്യാണ്. അപ്പൊ ഇവിടെ സോർട്ടിങ് എന്തൊരു ഇഷ്യൂ ഉണ്ട്, സോർട്ടിങ് വർക്ക് ചെയ്യുന്നില്ല. ശ്രദ്ധിച്ചാൽ കാണാം, സോർട്ടിങ് വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഒരു ഡാറ്റ എക്കോ ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഡബിൾ കോട്ട് ആണ് വന്നിട്ടുള്ളത്, പക്ഷെ നമുക്ക് ഇവിടെ എത്തിയപ്പോ ഡബിൾ കോട്ട് ഓക്കെ, ഇടയും ഡബിൾ കോട്ട് സിംഗിൾ കോട്ട് ആയാലും കുഴപ്പമില്ല. എനിവേ ഇത് നമുക്ക് എക്കോ ചെയ്ത് നോക്കാം എന്താണ് വരുന്നത്. ഇങ്ങനെയാണ് ഡീബഗ് ചെയ്യുന്നത്. എക്കോ, അവിടെ ഒരു എറർ കാണാം, ഡെപ്രിക്കേറ്റഡ്, അതിലൊരു ഡെപ്രിക്കേറ്റഡ് വാർണിംഗ് കാണാം. ഞാൻ ഹോവർ ചെയ്യുമ്പോൾ ബ്രൗസറിൽ താഴെയായിട്ട് URL വന്നത് കാണാം. ഇനി അത് നിങ്ങൾ എവിടെ നോക്കാണ്, നിങ്ങൾ ടെർമിനലിൽ PHP റൺ ചെയ്യുന്നുണ്ടല്ലോ, അവിടെ നോക്കിക്കഴിഞ്ഞാലും കാണാം PHP deprecated URL encode passing null to parameter on string of type string is deprecated in PHP. എന്താണ് deprecated എന്ന് വെച്ച് കഴിഞ്ഞാൽ PHPന്റെ പുതിയ വേർഷനിൽ ഇങ്ങനെ ഈ ഫംഗ്ഷനിലേക്ക് നള്ള് പാസ് ചെയ്യുന്നത് എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അങ്ങനെ അത് യൂസ് ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ URL encode എന്ന് പറഞ്ഞ ഫംഗ്ഷന്റെ ഡോക്യുമെന്റേഷൻ നമുക്കൊന്ന് നോക്കണം. ഗൂഗിളിൽ വന്നിട്ട് URL encode PHP എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ URL എൻകോഡിന്റെ മാനുവലിലേക്ക് പോകും. അപ്പൊ സ്ട്രിങ് ആണ് ഇവിടെ പാസ് ചെയ്യേണ്ടത്, സ്ട്രിങ് ടു ബി എൻകോഡഡ്. അവിടെ ഒരിക്കലും എന്താ പാടില്ല, അതൊരു നള്ളാവാൻ പാടില്ല. അപ്പൊ നമ്മൾ ആ ഒരു ചെക്ക് ഇവിടെ ചെയ്യണം. ഇവിടെ എന്താണ് ചെക്ക് ചെയ്യേണ്ടത്, URL എൻകോഡിലേക്ക് നമ്മൾ അത് പാസ് ചെയ്യുമ്പോൾ എക്കോ ഞാൻ ഒഴിവാക്കാണ്. നമ്മളതൊരു ടെർണറി ഓപ്പറേറ്റർ ആക്കാണ്. ആ സെർച്ച് വാല്യൂ ഉണ്ടെങ്കിൽ സെർച്ച് വാല്യൂ, ഇല്ലെങ്കിൽ എന്താണ് എംപ്റ്റി സ്ട്രിങ്, അതിലേക്ക് ഒരു എംപ്റ്റി സ്ട്രിങ് പാസ് ചെയ്യാൻ നല്ല രീതിയിൽ കൊടുക്കാം. ഇവിടെയും അതേപോലെ തന്നെ സെർച്ച് വാല്യൂ 2 ഉണ്ടെങ്കിൽ സെർച്ച് വാല്യൂ 2, ഇല്ലെങ്കിൽ എംപ്റ്റി സ്ട്രിങ്, നള്ള് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എംപ്റ്റി സ്ട്രിങ് പോയിക്കോട്ടെ, നള്ള് പോണ്ട. എന്നിട്ട് ഇഷ്യൂ ഉണ്ടോ നോക്കാം. പേജ് ഒന്ന് റീഫ്രഷ് ചെയ്തു. ഓവർ ചെയ്യുമ്പോൾ URL വന്ന എന്താണെന്നുള്ള താഴെ നോക്കാം. സോർട്ട് ഫസ്റ്റ് നെയിം ഓർഡർ പേജ് 1, സെർച്ച് ഫീൽഡ് സെർച്ച് ഒന്നും കൊടുത്തിട്ടില്ല, സെർച്ച് ടൈപ്പ് ഒന്നുമില്ല. ഓക്കെ ഫൈൻ, സെർച്ച് ചെയ്ത് സോർട്ട് ചെയ്തു, സോർട്ട് വർക്കിംഗ് ആയി. പേജ് നെക്സ്റ്റ് പേജിലേക്ക് പോയി, അതും വർക്കിംഗ് ആണ്. ഇനി അതിന്റെ കൂടെ ഞാൻ ഫസ്റ്റ് നെയിം കണ്ടെയ്ൻസ് അൻഷാദ് എന്നാണ് കണ്ടെയ്ൻസ് സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്തപ്പോ ഇപ്പോൾ ഉള്ളത് നമ്മൾ പേജ് 2ലാണുള്ളത്. ആക്ച്വലി നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് സെർച്ച് ഫസ്റ്റ് ഇൻസ്റ്റൻസ് ആ ഒരു ഫസ്റ്റ് നമ്മൾ സെർച്ച് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ആക്ച്വലി ഫസ്റ്റ് പേജിലേക്ക് പോകണം. കാരണം ചിലപ്പോൾ ഫസ്റ്റ് പേജിലാണ് ഡാറ്റ ഉള്ളെങ്കിലോ, കണ്ടോ ഇവിടെ ഫസ്റ്റ് പേജിലെ ഡാറ്റ ഉള്ളൂ, രണ്ടാമത്തെ പേജിലേക്ക് ഇല്ല. എന്റെ റെക്കോർഡ്സ് എന്താക്കിയിട്ടുണ്ട്, 2 പേജിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. എന്നിരുന്നാൽ കൂടെ നമ്മൾ നേരത്തെ ചെയ്ത ഫംഗ്ഷനാലിറ്റീസ് ഒക്കെ വർക്കിംഗ് ആണ്. സെർച്ചിന്റെ വാല്യൂ ഫില്ല് ചെയ്ത് നിൽക്കുന്നുണ്ട്, സോർട്ടിംഗ് വർക്കാണ്. സോർട്ടിങ്ങിന്റെ ഓർഡർ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. പേജിനേഷനും വർക്കിംഗ് ആണ്. പേജിനേഷന് മാത്രം അൺവാണ്ടഡ് ആയിട്ട് നമുക്ക് ഇവിടെ 2-3 പേജ് കാണിച്ചതായിട്ട് കാണുന്നുണ്ട്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഒരു പേജിനേഷന്റെ URLs നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. 2 ഇഷ്യൂസ് ആണുള്ളത്. ഒന്ന്, സെർച്ച് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പേജിൽ നിന്നുകൊണ്ടാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പേജിലേക്ക് പോകണം. പിന്നീട് അവിടുന്ന് യൂസറിന് മാനുവലി എന്ത് ചെയ്യാം, 2 പേജിൽ റിസൾട്ട് ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പേജിലേക്ക് പോവാം, നോ ഇഷ്യൂസ്. അപ്പൊ ആ ഒരു ഫംഗ്ഷനാലിറ്റി ഫിക്സ് ചെയ്യണം. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് വെച്ചാൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് പേജിനേഷന്റെ ആ ഒരു നമ്പേഴ്സ് കൗണ്ട് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല, ടോട്ടൽ പേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ഈ 2 കാര്യങ്ങൾ നമുക്ക് ഫിക്സ് ചെയ്യാം. ഈ ഒരു ഫോമാണ് നമ്മൾ സെർച്ചിന്റെ ഫോം ആക്ഷനിൽ ഗെറ്റ് ഇട്ടിട്ടുള്ള മെത്തേഡ് ഗെറ്റ് ആക്കിയിട്ടുള്ള ഇതാണ് നമ്മളെ സെർച്ചിന്റെ ഫോം. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ID കൊടുക്കാം, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്. സെർച്ച് ഫോം. ഓക്കെ, അപ്പൊ ഈ ഫോമില് നമ്മൾ ഹിഡൻ ആയിട്ട് പേജ് ഇട്ടിട്ടുണ്ട്. പേജ് എന്ന് പറഞ്ഞിട്ട് എന്താണ് അതിൽ കൊടുത്തിട്ടുള്ളത്, ഡോളർ പേജ് ആണ് കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് സെർച്ച് ചെയ്യുന്ന സമയത്ത് എന്ത് വേണ്ട, പേജ് അവിടെ നിന്ന് എടുക്കേണ്ട, അതിന് പകരം 1 കൊടുത്തു നോക്കാം. നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്യാം വർക്ക് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ ഞാൻ ഹാർഡ് കോഡ് ചെയ്തിട്ട് പേജ് 1 തന്നെ കൊടുക്കുകയാണ്. അതായത് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ പേജ് 1 ആയിട്ട് പോകും. അപ്പൊ ഞാൻ എംപ്ലോയീസ് പേജിൽ ക്ലിക്ക് ചെയ്തു, നോർമലി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക്
ഒന്നിലധികം റെക്കോർഡ്സ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് നെയിം കണ്ടെയ്ൻസ്, ഞാൻ സെക്കൻഡ് പേജിലേക്കാണ്. സെക്കൻഡ് പേജിലേക്ക് പോയി. സെക്കൻഡ് പേജിലേക്ക് അവിടെ വേറൊരു ഇഷ്യൂ കാണിക്കുന്നുണ്ട്. ഡ്യൂപ്ലിക്കേറ്റഡ് URL എൻകോഡ്, പേജിനേഷന്റെ അതിലും ഡ്യൂപ്ലിക്കേറ്റഡിന്റെ ആ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട്. പാസിംഗ് ടു നൾ URL എൻകോഡ്. അപ്പൊ അതൊന്നുകൂടെ നമുക്ക് ഫിക്സ് ചെയ്യാം. പേജിനേഷന്റെ പാർട്ടിലും പേജിനേഷൻ നമുക്ക് ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റാൻ പറ്റില്ല. കാരണം പേജ് നമ്മൾ പാസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മിന്നാണ് പാസ് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ആണ് പാസ് ചെയ്യുന്നത്, ഇവിടെ ആകുമ്പോൾ മാക്സ് ആണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രത്യേകം ഫംഗ്ഷൻ ആക്കുന്നില്ല. URL എൻകോഡിൽ മാത്രം നമ്മൾ ഒരു കണ്ടീഷൻ ഇടാണ്. അപ്പോൾ ആ URL എൻകോഡിന്റെ ആ ഒരു ഡ്യൂപ്ലിക്കേറ്റഡ് വാർണിംഗ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് പേജിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വർക്കിംഗ് ആണ്. അവിടെ എറേഴ്സ് ഒന്നും വാർണിംഗ്സ് ഒന്നും കാണിക്കുന്നില്ല. ഇല്ല, വർക്കിംഗ് ആണ്. ഞാൻ സെക്കൻഡ് പേജിൽ നിന്നു. സെക്കൻഡ് പേജിൽ നിന്നുകൊണ്ട് ഫസ്റ്റ് നെയിം കണ്ടെയ്ൻസ് അൻഷാദ് എന്ന് പറഞ്ഞ സെർച്ച് ചെയ്യാണ്. സെർച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കാണാം ഫസ്റ്റ് പേജിലേക്ക് പോയിട്ടുണ്ട്. URL നോക്കിക്കഴിഞ്ഞാൽ പേജ് ഫസ്റ്റ് എന്നാണ് പോയിട്ടുള്ളത്. പിന്നെ അവിടുന്ന് സെക്കൻഡ് പേജിലേക്ക് നാവിഗേഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു പേജ് ഇല്ല, അത് അടുത്ത് ഫിക്സ് ചെയ്യേണ്ടതാണ്. അപ്പോൾ സെർച്ചും പിന്നെ അതേപോലെ തന്നെ പേജിനേഷന് ഒരുമിച്ച് വർക്കിംഗ് ആണ്. ഇനി ഒന്നുകൂടെ നമ്മൾ സെക്കൻഡ് പേജിൽ നിന്നിട്ട് ഒരു സെർച്ച് ചെയ്ത് ഫസ്റ്റ് പേജിലേക്ക് പോയിട്ട് സോർട്ടിങ്ങോടെ ചെയ്യാം. അപ്പൊ സോർട്ടിങ്ങും വർക്കിംഗ് ആണ്. എല്ലാം വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് URLs എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും പേജ്, ആക്ച്വലി നമുക്ക് റെക്കോർഡ്സ് എത്ര ഉള്ളൂ? 1, 2, 3, 4 റെക്കോർഡ്സ് മാത്രമേ നമുക്കുള്ളൂ. അതിൽ തന്നെ ഒരു പേജിൽ നമ്മൾ മാക്സിമം 10 ഐറ്റംസ് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ഒരു 1 മാത്രമേ ഇവിടെ കാണാൻ പാടുള്ളൂ, 2ഉം 3ഉം കാണാൻ പാടില്ല. നെക്സ്റ്റ് ബട്ടൺ എനേബിൾ ആവാനും പാടില്ല. അപ്പൊ അവിടെയാണ് ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എവിടെ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ടോട്ടൽ കൗണ്ട് എടുക്കുന്നത് എങ്ങനെയാണ്? എംപ്ലോയി ഗെറ്റ് ടോട്ടൽ കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എടുക്കുന്നത്. ആ ഒരു ഫംഗ്ഷനിലേക്ക് പോയി നോക്കാം. ഗോ ടു ഡെഫിനിഷൻ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് അവിടെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം. ഇവിടെ ക്വറി ചെയ്തിട്ടുള്ള എന്താണ്? സെലക്ട് കൗണ്ട് സ്റ്റാർ ആസ് ടോട്ടൽ ഫ്രം എംപ്ലോയീസ് എന്നിട്ട് എന്താണ് അത് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതിൽ എപ്പോഴും നമ്മൾ എടുക്കുന്ന ടോട്ടൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ എത്ര എംപ്ലോയീസ് ഉണ്ട് എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. അതിലേക്ക് നമ്മൾ ഈ സെർച്ച് ഒരിക്കലും നമ്മൾ പാസ് ചെയ്തിട്ടില്ല. അപ്പൊ സെർച്ച് നമ്മൾ പാസ് ചെയ്യേണ്ടതുണ്ട് ഈ ഒരു ഫംഗ്ഷനിലേക്ക്. നമ്മൾ സെർച്ച് എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. ടോപ്പിൽ നമ്മൾ സെർച്ച് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? സെർച്ച് ഫീൽഡ് എംപ്റ്റി അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ട് എന്താണ് ക്വറിയിലേക്ക് ആ ഒരു കണ്ടീഷൻ കൂടെ നമ്മൾ പാസ് ചെയ്യുന്നതാണ്. വേറെന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പോൾ അതിലെന്തുണ്ട്? ബൈൻഡ് ടൈപ്പ്, സെർച്ച് ഫീൽഡ്, ബൈൻഡ് വാല്യൂസ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? ഇതേ സെയിം ലോജിക്ക് നമുക്ക് അവിടെയും കൂടെ വേണം. അപ്പൊ ഇത് രണ്ട് സ്ഥലത്ത് നമ്മൾ ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അതൊരു ഫംഗ്ഷൻ ആക്കി മാറ്റാം. അപ്പൊ ഈ ഒരു സ്വിച്ച് കേസ് ആണ് നമുക്ക് വേണ്ടത്. സ്വിച്ച് കേസ് അവിടെ നിന്ന് കട്ട് ചെയ്യാണ്. ടു ഡു ഇവിടെ നമുക്ക് കോഡ് ചെയ്യാനുള്ളതാണെന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ടു ഡു എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു കമന്റ് ഇട്ട് വെച്ചിട്ടുണ്ട്. താഴെ ഒരു പ്രൈവറ്റ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്യണം. പബ്ലിക് ഫംഗ്ഷൻ അല്ല, പ്രൈവറ്റ് ഫംഗ്ഷൻ ആണ്. അതായത് ആ ഫംഗ്ഷൻ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മാത്രം യൂസ് ചെയ്താൽ മതി. നമുക്ക് വേറെ എവിടെയും ആ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രൈവറ്റ് ഫംഗ്ഷൻ ജനറേറ്റ് സെർച്ച് ക്വറി. നമുക്ക് കുറച്ച് വേരിയബിൾസ് ഒക്കെ ഇനി പാരാമീറ്റേഴ്സിൽ ആവശ്യമുണ്ട്. അത് നമുക്ക് സെർച്ച് ടൈപ്പ് വേണം. അത് പാരാമീറ്റേഴ്സിലേക്ക് ആഡ് ചെയ്തു. അപ്പൊ അതിന്റെ എറർ പോകും. പിന്നെ നമുക്ക് വേണ്ടത് ക്വറി വേണം. ക്വറി ലാസ്റ്റ് കൊടുക്കാം. നമുക്ക് സെർച്ച് ഫീൽഡ് എടുത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് ബൈൻഡ് ടൈപ്സ്, അതുപോലെ സെർച്ച് വാല്യൂ വേണം. അത് നമുക്ക് സെർച്ച് ഫീൽഡ് കഴിഞ്ഞിട്ട് കൊടുക്കാം, റിലേറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട്. പിന്നെ നമുക്കുള്ളത് വാല്യൂ 2 ഉണ്ടാവും. സെർച്ച് വാല്യൂ 2 കൊടുത്തു. പിന്നെ ബൈൻഡ് ടൈപ്പും ബൈൻഡ് ടൈപ്പ് കൊടുത്തു. ബൈൻഡ് വാല്യൂ നമ്മൾ കൊടുത്തിട്ടില്ല അല്ലെ. ബൈൻഡ് വാല്യൂസ്, പിന്നെ അതേപോലെ ക്വറി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. സേവ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്? ഇത്രയും വേരിയബിൾസ് അക്സെപ്റ്റ് ചെയ്തിട്ട് ജസ്റ്റ് സ്വിച്ച് കേസും ആ വേരിയബിൾസിലേക്ക് ഡോട്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൻഡ് ചെയ്യുന്ന കാണുന്നുണ്ട്. പക്ഷേ ഈ ഫംഗ്ഷൻ ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല. ആക്ച്വലി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഈ ഫംഗ്ഷന് ഈ കാര്യം നോക്കി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യുന്നത്? 3 വേരിയബിളിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നത്. ഒന്ന് ക്വറി ഡോട്ട് ഈക്വൽ ടു, ക്വറിയിൽ നമ്മൾ നേരത്തെ എന്താണുള്ളത് അതിലേക്ക് നമ്മൾ അപ്പൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബൈൻഡ് ടൈപ്സ് എന്നാണ് ഒരു വേരിയബിളിലേക്ക് അപ്പൻഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ബൈൻഡ് വാല്യൂസ് എന്നാണ് അറേയിലേക്ക് ഐറ്റംസ് അപ്പൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു PHP ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ഒബ്ജക്റ്റോ സ്ട്രിങ്ങോ എന്തായാലും ഒരു വാല്യൂ മാത്രമേ റിട്ടേൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ എന്ത് വേണം? 3 വേരിയബിൾസിലേക്ക് ഡാറ്റ ചേഞ്ച് വരുത്തണം. അപ്പൊ നമ്മൾ മുൻപ് ട്രേറ്റ് വാലിഡേഷന് വേണ്ടി ട്രേറ്റ് യൂസ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മൾ പറഞ്ഞിരുന്നു
അവിടേക്ക് നമ്മൾ ഈ ഒരു ആംബർസെന്റ് ഇട്ടിട്ട് ഒരു വേരിയബിൾ പാസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു എക്സ്പ്രഷൻ, വേരിയബിളിന്റെ ഒരു എക്സ്പ്രഷൻ, അതായത് ഇതിന്റെ റെഫറൻസ്, ഈ ഒരു വേരിയബിളിന്റെ റെഫറൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ് ചെയ്യുന്നത്, ആ വേരിയബിളിലേക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുന്നു, അത് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെയും നമുക്ക് അപ്പൻഡ് ചെയ്യുന്ന വേരിയബിൾസ് ഒക്കെ റെഫറൻസ് വെച്ചിട്ട് കൊടുക്കാം. അതായത് ആംബർസെന്റ് ഇട്ടിട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ റെഫറൻസ് വെച്ചു. ഇനി നമുക്ക് ഈ ഫംഗ്ഷൻ അവിടെ കോൾ ചെയ്യും. നമ്മൾ ടു ഡു ഇട്ട സ്ഥലമുണ്ട്. അപ്പോ ഡോളർ ദിസ് പറഞ്ഞിട്ട് ആ ഫംഗ്ഷന്റെ പേര് നമ്മൾ കോപ്പി ചെയ്തില്ല, ജനറേറ്റ് സെർച്ച് ക്വറി. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ആംബർസെന്റ് ഒഴിവാക്കാണ്. ആ വേരിയബിൾ സെയിം നെയിം ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇല്ലെങ്കിൽ ആ നെയിം മാറ്റി എന്താണ് വേരിയബിൾ ഇവിടെ ഉള്ളത് കൊടുക്കണം. അപ്പോ നമ്മളത് വിളിച്ചു. ഇനി ഇതേ ഇഫ് കണ്ടീഷൻ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കോപ്പി ചെയ്തിട്ട് കൗണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഫംഗ്ഷനിൽ കൂടെ കൊടുക്കാം. ക്വറിയാണ് ഇവിടെ. സെർച്ച് വാല്യൂ, സെർച്ച് ഫീൽഡ് ഒക്കെ നമുക്ക് പാസ് ചെയ്യണം. എങ്ങനെയാണ് ഇവിടെ പാസ് ചെയ്തത് നോക്കാം. സെർച്ച് ഫീൽഡ് സെർച്ച് വാല്യൂ ടു നള്ളാക്കിയിട്ട് ഡീഫോൾട്ട് നള്ളാക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ജനറേറ്റ് കൗണ്ടിന്റെ അവിടെ നമുക്ക് കൊടുക്കാം. ആ എറേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കുള്ളത്, നമ്മളിപ്പോ ജസ്റ്റ് നോർമൽ ക്വറി അല്ല, അപ്പൊ അവിടെ പ്രിപ്പയർ പോലെ ബൈൻഡ് കൂടെ ഉപയോഗിക്കണം. നമുക്ക് എന്തുണ്ട്, ഡൈനാമിക് ആയിട്ടുള്ള വേരിയബിൾസ് വന്നുകൊണ്ട് ബൈൻഡ് കൂടെ ഉപയോഗിക്കണം. അപ്പൊ ബൈൻഡ് എങ്ങനെയാണ് നമ്മൾ ഈ ഒരു സെർച്ച് ഉള്ളപ്പോൾ ഉപയോഗിച്ചത് നോക്കാം. അതായത് പ്രിപ്പയർ ക്വറി കൊടുത്തു, അതിനുശേഷം സ്റ്റേറ്റ്മെന്റിൽ ബൈൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ ബൈൻഡ് ടൈപ്പിനുള്ള വേരിയബിൾസ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇനീഷ്യലൈസ് ചെയ്തു. അപ്പൊ നമ്മൾ ഈഫ് കണ്ടീഷന്റെ തൊട്ട് മുമ്പായിട്ട് എന്ത് ചെയ്യണം, എംപ്റ്റി ആക്കിയിട്ട് ആ വേരിയബിൾസ് ചെയ്തു വെച്ചു, ഇനീഷ്യലൈസ് ചെയ്തു. എന്നിട്ട് പ്രിപ്പയറും ബൈൻഡും ചെയ്യണം. ബേസ് ചെയ്തിട്ട് അത് എംപ്റ്റി അല്ലെങ്കിൽ, അപ്പോ പ്രിപ്പയർ ചെയ്യുന്ന എവിടെയാണ്, പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ബൈൻഡ് വാല്യൂസ് എംപ്റ്റി അല്ലെങ്കിൽ ബൈൻഡ് ചെയ്യണം. അപ്പൊ ബൈൻഡ് ടൈപ്പും ബൈൻഡ് വാല്യൂ, അപ്പൊ എന്തായിട്ടുണ്ടാവും, ബൈൻഡ് ടൈപ്പിലേക്കും ബൈൻഡ് വാല്യൂയിലേക്കും ഈ ഫംഗ്ഷൻ നമ്മൾ പാസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ എംപ്ലോയീസിൽ വാലിഡേഷൻ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. എവിടെയാണ് നോക്കാം, സാനിറ്റൈസ് അല്ല, വാലിഡേറ്റ് റിക്വയർഡ് ആണ്. എറർ വേരിയബിൾ നമ്മൾ ഡയറക്റ്റ് പാസ് ചെയ്താണ്. അതേപോലെ തന്നെയാണ് നമ്മൾ വേരിയബിൾസ് ഇവിടെ പാസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇത് വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു എംപ്ലോയി പേജ് ക്ലിക്ക് ചെയ്യുന്ന ഡയറക്റ്റ് URLs ഒക്കെ ക്ലീൻ അപ്പ് ആവാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ സെർച്ച് ചെയ്യാണ്. സെർച്ച് ക്ലിക്ക് ചെയ്തു. അപ്പൊ എന്തായിട്ടുണ്ട്, നമ്മൾ സെർച്ച് ഒക്കെ വന്നിട്ടുണ്ട്. പക്ഷെ വീണ്ടും പേജിനേഷന്റെ അവിടെ ഒരു പ്രശ്നം, നമ്മൾ ആ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്തു. അതായത് ടോട്ടൽ കൗണ്ട് കാണാനുള്ള ഫംഗ്ഷൻ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് സെർച്ച് ഫീൽഡ് നൾ ഐറ്റം എടുക്കും. അതായത് എല്ലാം നള്ളാണ്. നമുക്ക് ഈ ഫംഗ്ഷൻ ഡയറക്ട്ലി വേരിയബിൾസ് ഒന്നും പാസ് ചെയ്യാതെ, അതായത് ആർഗ്യുമെന്റ്സ് ഒന്നും പാസ് ചെയ്യാതെ നമുക്ക് ഈ ഫംഗ്ഷൻ വിളിക്കാൻ പറ്റും. അതേപോലെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതും കൂടെ ക്വറിയിലേക്ക് ആഡ് ചെയ്യും. നമ്മളിപ്പോ വിളിക്കുന്നത് പാസ് ചെയ്യാതെയാണ്. ഇനി അത് നമുക്ക് പാസ് ചെയ്യണം. അതാണ് ഇനി അടുത്തത് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, ഈ സെർച്ച് ഫീൽഡും സെർച്ച് ടൈപ്പ്, സെർച്ച് വാല്യൂ ടു, ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമുക്ക് ഈ ഒരു കൗണ്ടിലേക്ക് പാസ് ചെയ്ത് കൊടുക്കാം. വീണ്ടും ഞാൻ എംപ്ലോയി പേജിലേക്ക് ഡയറക്റ്റ് പോയി ഒന്ന് റീഫ്രഷ് ചെയ്തു. സെർച്ച് ചെയ്യാണ്. ഇപ്പൊ സെർച്ച് കറക്റ്റ് വർക്കിംഗ് ആണ്. അതായത് നമുക്ക് ആ ഒരു റെക്കോർഡ് ഉള്ളതുകൊണ്ട് ഒരു പേജ് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ് ബട്ടണും പ്രീവിയസ് ബട്ടണും ഒക്കെ ഡിസേബിൾഡ് ആണ്. അത്രമാത്രം വാല്യൂസ് കിട്ടുന്നുള്ളൂ. പിന്നെ അതേപോലെ അവിടെ സോർട്ടിങ് വർക്കിംഗ് ആണ്. അപ്പോൾ ഈ ഫംഗ്ഷനാലിറ്റി കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ഒന്നുകൂടെ എന്തെങ്കിലും റീഫാക്ടറിംഗ് ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ ഡാറ്റാബേസിൽ വന്നു കഴിഞ്ഞാൽ ഡാറ്റാബേസിലെ കണക്ഷൻ നമുക്ക് PHPയിൽ എറർ ഹാൻഡ്ലിങ്ങിന് ട്രൈ ക്യാച്ച് എന്ന് പറഞ്ഞൊരു അപ്രോച്ച് ഉണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ട്രൈ ക്യാച്ച് എന്ന് പറഞ്ഞ ബ്ലോക്കിന്റെ ഉള്ളിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് എക്സെപ്ഷൻസ് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ MySQL ഇവിടെ കണക്ഷൻ ചെയ്യുന്ന ഈ ഒരു ഭാഗം, അതായത് കണക്ഷൻ ചെയ്യാൻ വേണ്ടി അറ്റംപ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ എറർ ഉണ്ടാവും. അവിടെ ഒരു ചാൻസ് ഉണ്ട്, ചാൻസ് ഓഫ് എറർ അല്ലെ. അപ്പോൾ എന്തൊരു ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡാറ്റാബേസിലേക്ക് ഒരു എംപ്ലോയിനെ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ചാൻസ് ഓഫ് എറർ ഉണ്ട്. അപ്പൊ അത് നമുക്ക് ട്രൈ ക്യാച്ചിലേക്ക് മാറ്റാം. അതെങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ, ട്രൈ എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഇടും. എന്നിട്ട് ട്രൈന്റെ ഉള്ളിൽ നമ്മൾ ആക്ച്വൽ കോഡ് ഇടും. എന്നിട്ട് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കേണ്ടത് അത് അവിടെ അതിന്റെ ഉള്ളിലേക്കും ഇടും. നമ്മൾ ഈ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ട് ട്രൈന്റെ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് മാറ്റി. ഇനി എക്സെപ്ഷന്റെ അവിടെ ത്രോവബിൾ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കൊടുക്കാം. നമ്മള് ഈ ക്ലാസ്സിന് നമ്മൾ നെയിം സ്പേസ് ഉണ്ട്, പക്ഷെ എക്സെപ്ഷൻ നമ്മൾ PHPന്റെ ഡയറക്റ്റ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരു \/ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ യൂസ് MySQL എന്ന് കൊടുത്ത പോലെ യൂസ് എക്സെപ്ഷൻ എന്ന് കൊടുക്കണം. രണ്ട് ഓപ്ഷൻ ആണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങൾ ആ ക്ലാസിന്റെ പുറത്ത് യൂസ് എക്സെപ്ഷൻ കൊടുക്കുക, അല്ലെങ്കിൽ \/ ഇട്ട് കൊടുക്കുക. MySQL നമ്മൾ യൂസ് കൊടുത്തു. അങ്ങനെ രണ്ട് അപ്രോച്ചും വർക്കിംഗ് ആണ്. അപ്പോൾ ത്രോവബിൾ എന്ന് പറയുന്നതിന് പകരം ഒരു എക്സെപ്ഷൻ, ഒരു എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുക്കുക, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് എന്താണ് സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം എന്ത് ചെയ്യും, ട്രൈ ചെയ്യും. അതായത് കണക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യും. എന്നിട്ട് എറർ ഉണ്ടെങ്കിൽ ആ എറർ ക്യാച്ച് ചെയ്യും, ഈ ബ്ലോക്കിനുള്ളിൽ ക്യാച്ച് ചെയ്യും. അതാണ് ട്രൈ ക്യാച്ച് എന്ന് പറയുന്നത്. ട്രൈ ചെയ്യുക, ഇത്
നടക്കുമോ നോക്കുക. നടക്കില്ലെങ്കിൽ എന്ത് ചെയ്യുക, ക്യാച്ച് ചെയ്തിട്ട് ഈ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് പോകും, ഈ ബ്ലോക്കിന്റെ ഉള്ളിലേക്ക് പോകും. എന്നിട്ട് അവിടെ എന്താണോ ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോ MySQL ബൈ ഡീഫോൾട്ട് എന്ത് ചെയ്യില്ല, ഈ കണക്ഷന്റെ എക്സെപ്ഷൻ ത്രോ ചെയ്യൂല. അത് ബ്രേക്ക് ആവും, കോഡ് ബ്രേക്ക് ആവും, പക്ഷെ ത്രോ ചെയ്യൂല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ മാനുവൽ ആയിട്ട് എക്സെപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഒന്നുകൂടെ ത്രോ ചെയ്യണം. ഇവിടെ നോർമലി എല്ലാ ഫംഗ്ഷൻസും ചെയ്യും, പക്ഷെ ഈ ഒരു MySQLന്റെ ഈ കണക്ഷന് മാത്രം അങ്ങനെ ചെയ്യില്ല. അപ്പൊ അത് ത്രോ ചെയ്യാനുള്ള ഓപ്ഷൻ കൂടെ കൊടുക്കുകയാണ്. ഇവിടെ കണ്ടോ, എറർ വന്നുകൊണ്ട് / ഇട്ട് കൊടുക്കണം. സെൽഫ് കണക്ഷൻ കണക്ട് എറർ. അപ്പൊ ഇതിൽ കണക്ട് എറർ ഉണ്ടെങ്കിൽ എറർ ഉണ്ടെന്ന് മനസ്സിലാവും. അപ്പൊ ത്രോ ഒരു എറർ നമ്മളായിട്ട് മാനുവൽ ആയിട്ട് ഒരു എറർ ഉണ്ടാക്കുന്ന ഓപ്ഷനാണ് PHP യിൽ ത്രോ എന്നാണ് കൊടുക്കുക. ത്രോ ന്യൂ എറിയ, ന്യൂ ഒരു പുതിയൊരു എറർ എറിയാണ്, എക്സെപ്ഷൻ എറിയാണ്. അതിന്റെ മെസ്സേജ് കൊടുക്കുക, കണക്ഷൻ ഫെയിൽഡ് എന്താണോ ഒരു കണക്ഷൻ എറർ ഉണ്ടാവുമല്ലോ അത്. അപ്പൊ അതെന്ത് ചെയ്യും, ഈ ഇയിലേക്ക് വരും, ക്യാച്ച് ബ്ലോക്കിലേക്ക് വരും. ക്യാച്ച് ബ്ലോക്കിൽ വന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് എക്കോ ചെയ്യാം, എറർ കണക്ടിങ് ടു ഡാറ്റാബേസ്. എന്നിട്ട് ഇയില് ഗെറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞാൽ അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. അതിൽ ഗെറ്റ് മെസ്സേജ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അത് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണോ എറർ ത്രോ ചെയ്യുന്ന എറർ കിട്ടും, ഗെറ്റ് മെസ്സേജ് ഇവിടെ കിട്ടും. എന്നിട്ട് അത് എക്സിറ്റ് ചെയ്യണം. അപ്പൊ പിന്നെ നമുക്ക് എന്ത് വേണ്ട, താഴേന്ന് ഈ ഒരു ഭാഗം വേണ്ട. അതേപോലെ തന്നെ റിട്ടേൺ നമുക്ക് കണക്ഷൻ അവിടെ നിന്ന് റിട്ടേൺ ചെയ്യും. ഫസ്റ്റ് നമുക്ക് കണക്ഷൻ എന്ത് ചെയ്യാം, ഇവിടെ നള്ളാക്കും. അത് നമുക്ക് പുറത്തു കൊടുക്കാം, ട്രൈന്റെ പുറത്തു കൊടുക്കാം. അപ്പൊ ആദ്യം നമ്മൾ ട്രൈന്റെ മുമ്പ് വേരിയബിൾ കണക്ഷൻ നള്ളാക്കി ട്രൈ ആണ് കണക്ട് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. എന്നാലും കണക്ട് ആയാൽ ഓക്കെ, ഇല്ലെങ്കിൽ റിട്ടേൺ. ഇനി നമുക്ക് പേജ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം വർക്കിംഗ് ആണെന്നുള്ളത്. ഫംഗ്ഷനാലിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്, അതായത് ഡാറ്റാബേസ് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഡാറ്റ ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ഫംഗ്ഷനാലിറ്റി വർക്കിംഗ് ആണ്. ഇനി നമുക്കൊരു ഇഷ്യൂ ഉണ്ടാക്കി നോക്കാം. ഈ ഒരു അഡ്രസ്സ് മാറ്റി കൊടുക്കാം, ഹോസ്റ്റിന്റെ അഡ്രസ്. ഇപ്പൊ ഇവിടെ എന്ത് വന്നിട്ടുണ്ട്, നമുക്ക് ഞാനിവിടെ ഡാറ്റാബേസിന്റെ നെയിമിൽ HRMS എന്നുള്ള ഒരു AA കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. തെറ്റായ ഡാറ്റാബേസ് നെയിമാണ് ഞാൻ പാസ് ചെയ്യുന്നത്, അങ്ങനെ ഒരു ഡാറ്റാബേസ് എനിക്കില്ല. എന്നിട്ട് പേജ് റീഫ്രഷ് ചെയ്തപ്പോൾ നമ്മൾ UI ഒക്കെ അവിടെ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഡാറ്റാബേസ് ആവശ്യമില്ലാത്ത, ഇതിനൊന്നും ഡാറ്റാബേസ് കണക്ഷൻ ആവശ്യമില്ല, ഡാറ്റാബേസ് കണക്ഷൻ ആവശ്യമില്ലാത്ത UI ഒക്കെ അവിടെ ഉണ്ട്. ആപ്ലിക്കേഷൻ ബ്രേക്കിംഗ് അല്ല. എന്നിട്ട് എവിടെ നിന്ന് മുതലാണോ നമ്മൾ ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്നത് അവിടെ നമുക്ക് ഒരു എറർ മെസ്സേജ് പ്രിന്റ് ചെയ്തിട്ടുണ്ട്, എറർ കണക്ടിങ് ടു ഡാറ്റാബേസ് അൺനോൺ ഡാറ്റാബേസ് 1 HRMS AA. ആ ഒരു മെസ്സേജ് പ്രോപ്പർ ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു എക്കോ മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് നമ്മൾ ട്രൈ ക്യാച്ച് ഉപയോഗിച്ചിട്ട് ആ എറർ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഹാൻഡിൽ ചെയ്തു. എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ ഒരു എറർ എവിടെ നിന്നാണ് വരുന്നത് നോക്കിയിട്ട് നമുക്കത് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാൻ ആ വേരിയബിളിന്റെ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ഇനി ഇതേപോലെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇതേപോലെ നമ്മളെ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ എന്തുണ്ട്, നമ്മൾ ഒരുപാട് ഓപ്പറേഷൻസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നുണ്ട്, ആഡ് ചെയ്യുമ്പോൾ ഇൻസേർട്ട് ആണ്. അപ്പൊ ഈ ഇൻസേർട്ട് ഒക്കെ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, സാധ്യത ഉണ്ട്, ഒരു എറർ ഉണ്ടാവാൻ സാധ്യത ഉള്ളതാണ് ഇതൊക്കെ. അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ ഇതേപോലെ ട്രൈ ക്യാച്ച് ഉപയോഗിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ വീഡിയോന്റെ അണ്ടറിൽ കമന്റ് ഇടുക, നിങ്ങൾ ട്രൈ ക്യാച്ച് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ കമന്റ് ഇടുക. എന്നിട്ട് സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാം.